മലയാള സിനിമയിൽ നടൻ, സംവിധായകൻ, ടെക്നീഷ്യൻ എല്ലാവരും ഇപ്പം ഈ ഹൈബ്രിഡ് കഞ്ചാവ് പോലെയുള്ള ആധുനിക ലഹരികളുടെ പിടിയിലാണെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് സിനിമയുടെ ലൊക്കേഷനിലേക്ക് ചെന്നാൽ മമ്മൂട്ടി, മോഹൻലാലും, നസീറും സത്യനുമൊക്കെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ലൊക്കേഷനിൽ ഒരു കസേരയൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്നത് നമ്മൾ പണ്ടത്തെ സിനിമാ മാസികളൊക്കെ കാണുന്നത്. പക്ഷേ ഇന്നത്തെ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് പോലും അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല. അവർക്ക് വേണ്ടി കാരവനുകൾ വരുന്നു. അപ്പോൾ പുകയുന്ന കാരവനുകളാണ് ഇപ്പോൾ സിനിമാ ലൊക്കേഷനിൽ എങ്ങും കാണുന്നതെന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണ് സാർ നോക്കുകയാണ്? എനിക്ക് തോന്നുന്നു ഈ കാരവനുകളെയൊക്കെ കത്തിച്ച് കളയാനായിട്ട് പറ്റുന്ന തരത്തിൽ സർക്കാർ ഇടപെടലുകൾ ആവശ്യമായിട്ട് വരും. കാരണം സിനിമയിൽ നടക്കുന്ന എല്ലാവിധമായ മോശമായ പ്രവൃത്തികൾക്കും അവർ കണ്ടെത്തുന്ന ഒരു കാരണം ഇതൊക്കെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗമുണ്ട്. സമൂഹം ലഹരിക്ക് അടിപ്പെട്ട് കഴിഞ്ഞ് ചെയ്യും. അതിൻ്റെ ഒരു ഭാഗം മാത്രം, അതിൻ്റെ ക്രോസ് സെക്ഷനാണ് സിനിമ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇവിടെയും അത് കാണുന്നു. അതല്ലാതെ അസാധാരണമായിട്ട് എന്തെങ്കിലും ഇതിനകത്തുണ്ട് എന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറില്ല. ഞാൻ പറഞ്ഞു, ഈ സമീപനമാണ് മാറേണ്ടത്. ഈ സമീപനം മാറണം. കാരണം സിനിമ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ്. പല സിനിമകളും അതിശക്തമായിട്ടുള്ള രീതിയിൽ ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ചാർലി ചാപ്ലിൻ്റെയൊക്കെ സിനിമകൾ, മോഡേൺ ടൈംസ് എന്നൊക്കെ പറഞ്ഞതിനിടയിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് ഹിറ്റ്ലർക്കും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ ഒക്കെ ലോകത്ത് തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സിനിമ എടുത്ത് അത് പല സ്ഥലങ്ങളിലും അതിൻ്റെ പ്രദർശനങ്ങൾ, ഗ്രാമങ്ങളിൽ, അതേപോലെ തന്നെ ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങൾക്കിടക്ക് ഒക്കെ അത് പ്രദർശിപ്പിച്ച് ആ ആൾക്കൂട്ടങ്ങളെ തന്നെ യഥാർത്ഥത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട സിനിമകളായിട്ട് മാറുകയാണ് ചെയ്തത്. അത് ആ സിനിമയുടെ കാര്യത്തിലാണ്. ഒരുപാട് സിനിമകൾ അങ്ങനെയാണ്. അതല്ലെങ്കിൽ തന്നെ വെറുതെ നമ്മൾ കൊമേഴ്സ്യൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള സിനിമകൾക്ക് പോലും ജനങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ഇവർ സിനിമക്കകത്ത് നായകൻ കള്ളു കുടിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു പ്രേക്ഷകൻ അവനെപ്പോലെ കള്ളു കുടിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, കുറേ കാലങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ നിറക്കൂട്ട് ഉള്ള സിനിമ, അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ അഭിമന്യു എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെ പല സിനിമകളും വരുന്ന സമയത്ത് അതിൽ നായകരെന്താണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാവും. നായകൻ മൊട്ടയടിക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ മൊട്ടയടിച്ച് നടക്കുന്നു, അല്ലേ? ചില നടന്മാർ മുടി നീട്ടി വളർത്തിയപ്പോൾ പിന്നെ അതായിട്ട് അതിനകത്ത് എന്താണ് അവർ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുന്നു. ഇതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ അവരുടെ വസ്ത്രധാരണമൊക്കെ സ്വാധീനിക്കപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ സിനിമ നേരെയാവണം. സിനിമ നേരെയായാൽ മാത്രമാണ് സമൂഹം നേരെയാവുകയുള്ളൂ. സിനിമ എങ്ങനെ നേരെയാക്കും, സിനിമ ലോകം എങ്ങനെ നേരെയാക്കും എന്നത് ഗൗരവകരമായിട്ട് ഈ സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ പുകയുന്ന ഈ കാരവണുകളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഇന്നിങ്ങനെയാണ്, ഇതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ കാലത്ത് ശരിയാണ്, പഴയ കാലത്ത് ആളുകൾ കുറച്ചും കൂടിയൊക്കെ ഈ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ കുറച്ചും കൂടിയൊക്കെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളാണ്. അവരുടെ കാര്യങ്ങൾ അന്നത്തെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നും എക്കാലത്തും ഇതേപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ സിനിമാ ലോകം എന്ന് പറയുന്ന അധോലോകമായി മാറിയാൽ എന്താണ് ഭരണകൂടം ചെയ്യേണ്ടത്? ആ അധോലോകത്തെ കൈകാര്യം ചെയ്യാനായിട്ട് ഭരണകൂടം ഇടപെടേണ്ടത് ആവശ്യമായിട്ട് വരും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടന്മാർ, നടിമാർ, അതേപോലെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർമാർ, പിന്നെ ടെക്നീഷ്യൻസ്, ഇവരെയൊക്കെ നമ്മളുടെ സാധാരണ നിയമത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് മലയാള സിനിമയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്താണ്? മലയാള സിനിമയുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വഷളത്വം നിറഞ്ഞിരിക്കുന്ന ലോകമാത്ത് ആണ് എന്നും അവിടെ അഭിനയിക്കാൻ പോകുന്നതായിട്ടുള്ള നടിമാർക്കൊന്നും അവരുടെ അഭിമാനവും മാനവും ഒന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റാത്തതാണ്. കിടന്നാൽ മാത്രം അവസരങ്ങൾ കിട്ടും എന്ന് എത്രയോ നടിമാരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒക്കെ നടക്കുന്ന വളരെ മോശമായിട്ടുള്ള അധോലോക സ്വഭാവം പുലർത്തുന്ന ഒരു സംവിധാനമായിട്ട് സിനിമ മാറുന്നുണ്ടെങ്കിൽ ആ സിനിമയെ ശരിപ്പെടുത്തണ്ടേ, ആ സിനിമയെ ശരിയാക്കണ്ടേ, അതിനെ ശരിയായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? ആർക്കാണ് അതിന് കഴിയുക? അതിന് കഴിയുന്നത് ഭരണകൂടത്തിന് ഉള്ള അതിൻ്റെ ഇടപെടലുകൾക്ക് ആദ്യമേ പങ്കുണ്ട്. അതുകൊണ്ട് മാത്രം പ്രശ്നം ശരിയാവും എന്ന് നമ്മൾ കണക്കാക്കുന്നില്ലേ? ഇങ്ങനെ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പൊതുസമൂഹത്തിൽ ചിന്തയുണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇതിപ്പോൾ എന്താ ചെയ്യണത്? ഇത് സിനിമാ നടന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്കിടുന്നതായിട്ടുള്ള സെലിബ്രിറ്റി ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്ത് വലുതാണ്, അല്ലേ? സിനിമാ നടനൊക്കെ വന്നു കഴിഞ്ഞാൽ ആളിലൊക്കെ ഇങ്ങനെ തൊട്ട് നക്കാൻ നടക്കുകയാണ് ചെയ്യുന്നത്. സിനിമാ നടികളും
സിനിമ നടന്മാരും ഒക്കെ അത്തരത്തിലുള്ളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസാണ് നമ്മുടെ സമൂഹത്തിനകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പ്രത്യേക തരത്തിലുള്ള സെലിബ്രിറ്റി ഹൈനസ് നിന്ന് എന്ത് തോന്നിയാസം ചെയ്യാനുള്ള ലൈസൻസായിട്ട് കൺസെൻ്റായിട്ട് മാറാൻ പാടില്ല ഇത്തരം പ്രവർത്തികൾ. അവരതൊന്നും ചെയ്യരുത്. അവരെ സമൂഹം ബഹുമാനിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം? സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തി നൽകി മാതൃകാ രൂപങ്ങളായി മാറണം. അങ്ങനെ മാറിയാൽ അതിന് വലിയ ഗുണമുണ്ടാകും. അത് സൊസൈറ്റിക്ക് വലിയ തരത്തിലുള്ള ഗുണം ചെയ്യുന്നതായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പരിദേവിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെയാണല്ലോ, രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു കഥയില്ല. അതിനെ മാറ്റുക. അത് ശരിയല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഈ കാരവൻ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിലേക്ക് കാരവൻ എടുത്ത് കൊടുക്കുന്ന നിർമ്മാതാവായിരിക്കും. അപ്പോൾ അതിനകത്ത് അത് ഉപയോഗിക്കുന്ന അഭിനേതാവ് അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ സംവിധായകൻ, ടെക്നിക്കൽ ആളുകളൊക്കെ പണ്ടൊക്കെ ഒരു റെസ്പെക്റ്റാണ് നടന്, സംവിധായകനോട്, നിർമ്മാതാവിനോട്. ഇപ്പോൾ അങ്ങനെയല്ല, തോളെ കൈയിട്ട് നടക്കുന്ന ഒരു ബന്ധത്തിലേക്ക് വന്നു. അപ്പോൾ ഈ തോളെ കൈയിട്ട് നടക്കുന്ന ബന്ധത്തിലേക്ക് വന്നപ്പോൾ ലഹരി ഉപയോഗം സംയുക്തമായിട്ടായി മാറി. അപ്പോൾ അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന, അല്ലെ അത് ആ രീതി വേണ്ട എന്ന് ചിന്തിക്കുന്ന കുറേ പേര് സിനിമ സെറ്റുണ്ട്. പക്ഷേ അവർ ഇതിനെ എതിർത്താൽ അവർ സെറ്റിൽ നിന്ന് പുറത്താവും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഈ മേഖല മുഴുവൻ കൈയടക്കി വെച്ചു. ഇനി അതിൽ നിന്നൊരു മോചനം അത്ര എളുപ്പമാണ്? അതെ, ഈ മേഖല മുഴുവനും ഇങ്ങനെയുള്ള ആളുകളുടെ കൈകളിലെ അധോലോക മാഫിയ സംഘങ്ങളുടെ കയ്യിൽ ഇതൊക്കെ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി മാറ്റം വരില്ല എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഈ മാഫിയ സംഘങ്ങളെ പൊളിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ നിയമം അതിനകത്ത് ഇടപെട്ടാൽ മതി. റൂൾ ഓഫ് ലോ ഇതിനിടക്ക് പ്രയോഗിക്കാനായിട്ട് കഴിഞ്ഞാൽ മാറ്റം വരില്ലേ? മാറ്റം വരുത്താനായിട്ട് പറ്റും. പക്ഷേ ആരും അതിന് തയ്യാറാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ നെക്സസ് ആണത്. നമ്മളുടെ ഈ സിനിമ പിടിക്കാൻ വരുന്നതായിട്ടുള്ള പണച്ചാക്കുകൾ, സമ്പന്നർ, അവരും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതിപ്പോൾ ശരിയാണ്, എന്തെങ്കിലും ഇതിനകത്ത് മോശമായിട്ടുള്ള കാര്യം നടക്കുമ്പോൾ ഒരു നടിയോ നടനോ ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവന് നടനമില്ല, പിന്നെ അവനെ അഭിനയിക്കാനായിട്ട് വിളിക്കുന്നില്ല, പിന്നെ ആ സിനിമയുടെ ലോകത്തൊക്കെ അവനെ കയറ്റുന്നില്ല. നിയമം വെച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് പണം ആണ്, അധികാരമാണ്. അതാണ് തീരുമാനിക്കുന്നത് നീ അഭിനയിക്കണോ വേണ്ട എന്നുള്ള കാര്യം. പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. വേറെ പലരും ഇപ്പോൾ നമുക്കറിയാം, വളരെ പ്രശസ്തരായിട്ടുള്ള ഗായകർ, അവരുടെ മേഖലയിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്നതായിട്ടുള്ള ഗായകരെ കയറ്റാത്തതായിട്ടുള്ള എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. എല്ലാ മേഖലയിലും അതൊക്കെ ഉണ്ടായിരുന്നുള്ള ശരി. പക്ഷേ ഇപ്പോൾ പ്രശ്നം അതല്ല. ഇപ്പോൾ ഇത് മുഴുവനും മാഫിയകളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. മാഫിയകൾ നിയന്ത്രിക്കുന്നത്, അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് മാറ്റണം. അത് മാറ്റാൻ ഇതിനകത്തൊരു പൊളിച്ചെഴുത്ത് തീർച്ചയായിട്ടും ആവശ്യമാണ്. ആര് പൊളിച്ചെഴുതും? അതായത് ഞാൻ പറയുന്നത് നിയമം പൊളിച്ചെഴുതുന്നവരെ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇതിനകത്ത് കടന്നു കയറി അവരെ മാറ്റിയേ പറ്റൂ. അതല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ഈ മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞൊരു സിനിമ ഇല്ല എന്ന് പറയേണ്ടി വരും. ആ രീതിയിലേക്ക് ആ ലോകം തകർന്ന് തരിപ്പണമാനുള്ള സാധ്യതയുണ്ട്. അതിനൊരിക്കലും അത് വിട്ടുകൊടുക്കരുന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. കാരണം സിനിമയുടെ സാധ്യതകൾ ഒരു കലാരൂപം എന്ന നിലക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലുതാണ്, വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അതിൻ്റെ സർഗാത്മകത തന്നെയാണ് മനുഷ്യനെ കൂടുതൽ നമ്മളിപ്പോൾ സത്യജിത്രയെക്കുറിച്ചും പന്തർ പാഞ്ചാലിയെക്കുറിച്ചും ഒക്കെ വളരെ വാചാലമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ലോകത്തിൻ്റെ മുന്നിലുണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഇമ്പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവിടെയും നമ്മൾ പ്രമുഖരായിട്ടുള്ള പഴയ നമ്മുടെ സംവിധായകരെക്കുറിച്ചും നടന്മാരെക്കുറിച്ചൊക്കെ വളരെ അഭിമാനപൂർവ്വം സംസാരിക്കും. കാരണം അവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടതാണ്. ആ മാറ്റത്തിനുള്ള സാധ്യതകൾ ഇന്നും എന്നും പ്രോജ്വലിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഊർജ്ജ സംഭരണം തന്നെയാണ് സിനിമ. അതുകൊണ്ട് ആ സിനിമയെ അങ്ങനെ അധോലോകത്തിൻ്റെ കൈകൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ്. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോടികൾ വന്നു മറിയുന്ന ഒരു മേഖലയാണ്. ആ കോടികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്ലാക്ക് മണിയെ വൈറ്റ് ആക്കാൻ വേണ്ടി നടത്തുന്നതാണെന്ന് പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കണക്ക് പുറത്തിട്ടോളം 4 മാസം കൊണ്ട് ഇറങ്ങിയ സിനിമകളിൽ ആകെപ്പാടെ ഒരു വിജയം എന്ന് പറയാൻ കഴിയുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ മുന്നിലുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു വിജയിച്ച നല്ല ചിത്രം എന്ന് പറയുന്നത് അതാണ്. അപ്പം മറ്റ് ചിത്രങ്ങളൊന്നും വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ 10, 40, 50 സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരു 5 കോടിയിൽ കുറയാതെ ഓരോ പടത്തിനും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഒരു സാധാരണ ഏറ്റവും കുറഞ്ഞ രീതി. അങ്ങനെയാണെങ്കിൽ ഇത്രയും കോടികൾ വന്ന് മറിയുന്ന ഒരു മേഖല, അപ്പോൾ ഈ കല രൂപം എന്നതിനപ്പുറത്തേക്ക് മറ്റു പല ആഗ്രഹങ്ങളും മറ്റു പല പ്രവൃത്തികളും ചെയ്യാനുള്ള ഒരു ഇടത്താവളമാക്കിയിട്ട് ആരെങ്കിലുമൊക്കെ മാറ്റുന്നുണ്ടല്ലോ. അതിനെ എങ്ങനെ പൊളിക്കാൻ പറ്റും? അത് അങ്ങനെ മാറുന്നുണ്ട്. കാരണം പണം വരുന്ന സ്ഥലത്ത് പണത്തിൻ്റെ പ്രവൃത്തികളായിരിക്കും അത് നിർവഹിക്കുക. പണം എന്ന് പറയുന്നത് ഒരിക്കലും ധാർമ്മികമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കും എന്ന് നിർബന്ധിക്കുക എന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ ജോൺ അബ്രഹാമിനെ പോലെയുള്ള പഴയ സംവിധായകർ, അവർ ഇതിനെതിരെ
കൊണ്ടുവന്ന ഒരു ബദൽ സംവിധാനം എന്ന് പറഞ്ഞത് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് സിനിമ പിടിക്കുക എന്ന് പറയുന്നതാണ്. ഒരു ബദൽ സംവിധാനം മാത്രമാണ്. അമ്മ അറിയാൻ എന്ന് പറയുന്നതായിട്ടുള്ള സിനിമ അങ്ങനെ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്തിട്ട് പിടിച്ച സിനിമയാണ്. അതിന് വളരെ കുറച്ച് പണം മാത്രമേ ചിലവായിട്ടുള്ളൂ. അതിൽ അഭിനേതാക്കൾക്കൊന്നും തന്നെ കാര്യമായിട്ട് പ്രതിഫലം കൊടുക്കാതെ പിടിച്ച സിനിമയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ഈ പരീക്ഷണാർത്ഥം നടത്തുന്ന സിനിമകൾ മാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഇതൊരു ബിസിനസ്സാണ്. സിനിമ എന്ന് പറഞ്ഞാൽ വലിയ വ്യവസായമാണ്. അപ്പോൾ വ്യവസായത്തിൻ്റെ നിയമങ്ങളായിരിക്കും അതിനകത്ത് പ്രധാനമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യവസായം മാത്രമല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പ്രതികരിക്കാനായിട്ടുള്ള കാര്യം. ഇത് വ്യവസായം മാത്രമല്ല, ഇത് കലയാണ്, ജീവിതമാണ്, അങ്ങനെ പലതുമാണ്. മനുഷ്യൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഈടുവെപ്പിൻ്റെ ഒരു തലം കൂടിയാണ്. ഇതെല്ലാം പരിഗണിച്ചിട്ട് അതിന് ഉതകുന്ന തരത്തിൽ സിനിമാ വ്യവസായത്തെ പുനർനിർമ്മിക്കുക, റീകൺസ്ട്രക്ട് ദ സിനിമ എന്നുള്ളത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. അങ്ങനെ മാറണം. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.